എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ സമൂഹത്തിൽ നമുക്കറിയാം, ആസ്മ മുഖേന ബുദ്ധിമുട്ടുന്ന ഒരുപാട് വ്യക്തികളെ നമുക്കറിയാം. അവർക്കൊരു ആശ്വാസത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഇത് ഇനി വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആസനമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്, ഗോമുഖാസൻ. ഇത് വളരെ ലളിതമായ ഒരു ആസനമല്ല, എങ്കിലും നമുക്ക് സാവകാശം ചെയ്ത് പരിശീലിക്കാവുന്നതാണ്. നമ്മൾ ഏത് യോഗ ചെയ്യുന്നതിന് മുമ്പ് ഒരു 5-10 മിനിറ്റ് വീട്ടിലോ വീട്ടിന് പുറത്തോ നടന്നു വന്നതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായി എല്ലാ യോഗയും നമുക്ക് ചെയ്യാൻ സാധിക്കും. നോക്കാം. ഇതിനായി നമുക്ക് പ്രതലത്തിൽ കാല് നീട്ടി നിവർത്തി വച്ചിരിക്കാം. ഇനി സാവകാശം ഇടത്തെ കാല് വലിച്ച് പൃഷ്ഠഭാഗത്തിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വയ്ക്കാം. പൃഷ്ഠഭാഗം കാലിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കാം. ഇനി വലത്തെ കാല് സാവകാശം ഇടത്തെ കാൽമുട്ടിൻ്റെ ക്രോസ് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ വയ്ക്കണം നിർബന്ധമില്ല, ഇത് ഫ്രണ്ടിൽ വെച്ചാലും നമുക്ക് ആദ്യം ചെയ്യാവുന്നതാണ്. നമുക്ക് വലത്തെ കൈ നേരെ മുകളിലേക്ക് ഉയർത്താം, തോളത്ത് വയ്ക്കാം. ഇനി ഇടത്തെ കൈ നേരെ ബാക്കിൽ കൂടെ കൊണ്ടുവന്ന് സാവകാശം കൈ വിരലുകൾ കോർത്ത് പിടിക്കാൻ ശ്രമിക്കാം. ഇനി കോർത്ത് പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും പുറത്ത് സാവകാശം പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഇനി ദൃഷ്ടി വന്ന് വലത്തെ കൈമുട്ടിൻ്റെ മേൽ നോക്കാം. ഈ അവസ്ഥയിൽ ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ നിലനിർത്താൻ ശ്രമിക്കാം. ഏകദേശം സമയമായാൽ സാവകാശം കൈകൾ പിടിച്ച് കൈകളും കാലുകളും പൂർവ്വസ്ഥിതിയിൽ വെച്ച് വിശ്രമിക്കാം.